ഹായ്, ഇന്ന് വളരെ എളുപ്പത്തിൽ അസ്പരാഗസും ക്യാബേജും ഒക്കെ വെച്ചിട്ടൊരു തോരനായാലോ. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിന് സവോളയും ക്യാബേജും അസ്പരാഗസും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇപ്പോൾ ക്യാരറ്റ് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. ചോപ്പർ ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്. പെട്ടെന്നെല്ലാം ചോപ്പ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമ്മൾ തേങ്ങ കുറച്ച് ഒതുക്കിയിട്ട് ചതച്ചിട്ട് വയ്ക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അത് കുറച്ചും കൂടി ടേസ്റ്റാണ്. അതല്ല, തേങ്ങ തിരുമ്മിയിട്ട് വെച്ചാലും നല്ലതാണ്. പക്ഷേ ഈ പ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചതയ്ക്കാനുള്ള സാധനങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, തേങ്ങ ഇവിടെ ഷ്രെഡഡ് കോക്കനട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളതാണ് യൂസ് ചെയ്ത് ഞാനതൊന്ന് മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയിലേക്ക് ഇട്ടിട്ട് സാധാരണ ചതച്ചെടുക്കുന്ന പോലെ ചതച്ചെടുത്ത് മാറ്റി വെച്ചാൽ മതി. വേണമെങ്കിൽ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക. ഞാനിതിലേക്ക് ലാസ്റ്റിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാം ഉണ്ടാക്കുന്ന പോലെ തന്നെ എളുപ്പം കടുക് പൊട്ടിക്കുക, വറ്റൽമുളക് ഇട്ട് പൊട്ടിക്കുക. വറ്റൽമുളക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ നല്ലത്. എന്നിട്ട് ആദ്യം ചതച്ച് വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ 2 അസ്പരാഗസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും. അപ്പോൾ ഞാനിതിലേക്ക് ആദ്യം ഇട്ടിരിക്കുന്നത് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. അത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഇടുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ് വേണമെങ്കിൽ, ഈ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് തേങ്ങ ചതയ്ക്കുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ ഇടാം, കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു തോരനാണ്. ടേസ്റ്റിനെക്കാട്ടിലും ഇത് ഭയങ്കര ഹെൽത്തിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് കണ്ടിട്ടുണ്ട്. എനിക്കിത് ഗ്രില്ല് ചെയ്ത് പച്ചയ്ക്ക് അങ്ങനെ കഴിക്കാൻ അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഒരു പക്ഷേ യൂട്യൂബിൽ ഇങ്ങനെ കറങ്ങി നടന്നപ്പോഴത്തേക്കിനാണ് കണ്ടത് തോരനായിട്ടുള്ള ഫോം. നല്ലതാണ്, ട്രൈ ചെയ്ത് നോക്കിക്കോ. ഭയങ്കര എളുപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ബൈ.